ബാബാജിയെ എന്തുകൊണ്ടൊരു മന്ത്രങ്ങൾക്കോ തന്ത്രങ്ങൾക്കോ ബാബാജിയുടെ ശക്തിയെ ഒതുക്കാൻ പറ്റുന്നില്ല? ബാബാജി ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പ് പ്രത്യക്ഷമാകാറില്ല. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത്, എപ്പോഴാണോ ഈ സാധന ഒരാളിന് നഷ്ടപ്പെടുന്നോ അല്ലെങ്കിൽ പിന്നെ ഈ ഭൂമിയിൽ നഷ്ടപ്പെടുന്നു, അതിനെ പുനർജീവിപ്പിക്കാനാണ് ഞാൻ വരുന്നത്. ആ സമയത്ത് മാത്രമേ ബാബാജിയുടെ ആവശ്യം അവിടെ വരുന്നുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും അത് സാധാരണ ആൾക്കാരുടെ മുമ്പ് അദ്ദേഹം കളിക്കാൻ വരുന്ന ആളെയല്ല. ഇപ്പം നാലാംകിട ദേവതകളൊന്നുമല്ല ബാബാജി എന്ന് പറഞ്ഞ സാധനം. അദ്ദേഹം ചിരഞ്ജീവിത്വത്തിൽ ഇരിക്കുന്നത് തന്നെ ഈ ഒരു കാരണത്തിനാണ്. അപ്പോൾ ലോകത്തുള്ള ഒരു മന്ത്രങ്ങൾക്കോ തന്ത്രങ്ങൾക്കോ ബാബാജിയെ ഒന്നും ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഇപ്പം ഇവിടെ ആൾക്കാർ തന്നെ ബാബാജിയെക്കുറിച്ച് ബാബാജിയുടെ മന്ത്രം ജപിക്കുന്നുണ്ട്, ബാബാജിയെ പൂജ ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്യട്ടെ. എന്നാൽ അതുകൊണ്ടൊന്നും ബാബാജിക്ക് ഒരു അനക്കവുമില്ല. ആ യോഗിയുടെ ആത്മകഥയിൽ തന്നെ ബാബാജി പറയുന്നുണ്ട്, ലേരി മഹാശന് കൊടുക്കുന്ന വാക്കെന്താണ്? ആരാണോ ക്രിയ ചെയ്യുന്നത് അവൻ്റെ കൂടെ ഞാനുണ്ടായിരിക്കും. അതെല്ലാവരുടെ അനുഭവമാണ്. അതെ അതെ അതെ. കാരണം പുള്ളി പ്രത്യക്ഷമാകണമെന്ന് ഒരു നിയമമൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ബൈബിളിൽ ഒരു വാക്ക് പറയുന്നുണ്ട്, കണ്ട് നിങ്ങളുടെ വിശ്വസിക്കുന്നതിനെക്കാട്ടിലും കാണാതെ വിശ്വസിക്കുന്നവനാണ് ഭാഗ്യവാൻ. നമ്മുടെ ഇവിടെ എന്തെന്ന് കണ്ട് വിശ്വസിച്ചിട്ട് ഒരർത്ഥവും ഇല്ല. കാണാതെ ഇരിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ, അതാണ് റിയാലിറ്റി. അത് നമുക്ക് തീർച്ചയായും നിലനിൽക്കുകയും ചെയ്യും. അതാണ് ബൈബിൾ വേർഡ്സ്. ഇതേ സമാധാനം ഇവിടെയും നമ്മൾ കൊണ്ടുവരുന്നത്. കാരണം നമ്മുടെ ബാബാജിയെ വന്നിട്ട് കണ്ടു തന്നെ വിശ്വസിക്കണം നിയമമൊന്നുമില്ല. അതേസമയം നമ്മൾ കാണാതെ തന്നെ ബാബാജിയെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലുതായിട്ടുള്ള ഒരു സംഭവം. എന്താണ് ജീവശക്തി എന്ന് പറഞ്ഞാൽ? ജീവശക്തി, കാരണം ജീവൻ്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ പ്രാണനാണല്ലോ. ലൈഫ് കറണ്ട് എന്ന് പറയും, പ്രാണൻ എന്ന് പറയും. ആ പ്രാണൻ തന്നെ ജീവശക്തി, ജീവന് നിലനിൽക്കുന്നത്. കാരണം നമ്മുടെ ശ്വാസം തന്നെ ജീവശക്തി, വേറെ ഒന്നുമല്ല. കാരണം ഈ ശരീരത്തിൽ ജീവൻ നിലനിൽക്കണമെങ്കിൽ ഈ ശ്വാസത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഈ ശ്വാസത്തിൻ്റെ ഒരു പരമാണുവാണ് ജീവൻ അത് സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, അതിനെ ശരിക്ക് ബുദ്ധീസ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മനസ്സിലാവും. ബുദ്ധൻ പറയുന്ന ഒരു വാക്കുണ്ട്, ശ്വാസമകത്ത് നമ്മൾ വരുന്ന സമയത്തും വെളിയിൽ പോകുന്ന സമയത്തും ഉണ്ടാകുന്ന ആ ബോധമാണ് ജീവൻ. അതിൻ്റെ ശക്തിയാണ് എനിക്ക് ആവശ്യം. അപ്പം ശ്വാസം അകത്ത് വരുന്നു, വെളിയിൽ പോകുന്നു. അപ്പോൾ അതിനൊരു ഇടവേള ഉണ്ട്. ചിലപ്പോൾ ഒരു സെക്കൻഡായിരിക്കാം, അല്ലെങ്കിൽ ഒരു മൈക്രോ സെക്കൻഡായിരിക്കാം. യോഗ ഹൈ ലെവൽ ചെയ്തവനൊക്കെ ആണെങ്കിൽ അരമണിക്കൂർ, ഒരു മണിക്കൂർ, എത്ര വേണമെങ്കിലും ഇരിക്കാം. ഈ ബോധത്തിനാണ് പരിണാമം ചെയ്യുന്നത്, ബോധപരിണാമം എന്ന് പറയുന്നത്. ഇതിനെയാണ് എക്സ്പാൻഷൻ ചെയ്യേണ്ടത്. ഈ എക്സ്പാൻഷനാണ് ജീവൻ്റെ യഥാർത്ഥ ശക്തി. അപ്പം നമ്മുടെ ശരീരം നിലനിൽക്കാൻ വേണ്ടി ദിവസവും വരുന്ന ശ്വാസത്തിൽ ഈ സംഭവം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നെ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഹാരം കഴിച്ച് ബലം ഉണ്ടാക്കുന്നവനല്ല ആരോഗ്യമുള്ള മനുഷ്യൻ. ആരോഗ്യമുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് ആരോഗ്യമുള്ള മനസ്സുള്ളവനാണ് ആരോഗ്യമുള്ള മനസ്സ്. അപ്പം ഈ ആരോഗ്യമുള്ള മനസ്സ് എങ്ങനെ ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ നിശ്ചിന്തനമായിട്ടുള്ള മനസ്സുള്ളവനാണ് ആരോഗ്യമുള്ള മനസ്സ്. നിശ്ചിന്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചിന്തയില്ലാത്ത ഒരു മനസ്സ്, അത് ഉണ്ടാകുന്നവനാണ് യഥാർത്ഥ ആരോഗ്യമുള്ള മനുഷ്യനും മനസ്സും ഉള്ളത്. ഈ നിശ്ചിന്തനമായ മനസ്സ് തന്നെ ജീവൻ മുക്തിയുടെ ലക്ഷണം, വേറെ ഒന്നുമല്ല. ജീവശക്തി തന്നെയാണ് പ്രാണൻ. അതെ, പ്രാണത്തിൻ്റെ ജീവശക്തി. രണ്ട് പേരിൽ അറിയപ്പെടുന്നത്, പേരിൽ മാത്രമേ അറിയൂ. ഒരു ക്രിയായോഗ എന്തിനാണ് ഒരു സാധാരണക്കാരൻ അഭ്യസിക്കുന്നത്? അവൻ്റെ ലൈഫിൽ പ്രശ്നങ്ങൾ മാറാനാണോ? അതോ അവനൊരു ആക്ച്വൽ ലൈഫിൽ പ്രശ്നമൊന്നും മാറേണ്ട ആവശ്യമില്ല. നമ്മുടെ തോന്നലാണ്. ആക്ച്വൽ വന്നിട്ട് നമ്മുടെ ഭൂമിയിൽ ജനിക്കുമ്പോൾ തന്നെ സൃഷ്ടിയുടെ ഒരു വലിയൊരു രഹസ്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കർമ്മത്തിൻ്റെ നൂലാമാലയിലാണ് വീണ്ടും നമ്മൾ ജനിക്കുന്നത്. അപ്പം പോയ ജന്മം നിങ്ങളുടെ ആരായിരുന്നു നിങ്ങൾക്ക് അറിഞ്ഞൂടാ. നിങ്ങളുടെ ആ ബാലൻസ് വന്നിട്ട് അവിടെ ഉണ്ട്. കാരണം ആ ബാങ്ക് ബാലൻസ് പോലെ ആ ബാലൻസ് ഉണ്ട്. ആ ബാലൻസിനെ പൂർത്തീകരിക്കാനാണ് വീണ്ടും നമ്മളൊരു ശരീരം എടുക്കുന്നത്. കാരണം ജനനത്തിനും മരണത്തിനും അധികാരി ഞാൻ മാത്രമാണ്. അവിടെ ദൈവത്തിന് ഒരു പ്രാധാന്യമില്ല. ദൈവവുമായിട്ട് ഒരു കണക്ഷനും നമുക്ക് ഇതിനകത്തില്ല. ദൈവം നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ ഒരു കൺസെപ്റ്റ് മാത്രമാണ്, നമ്മുടെ വെറുതെ കൊണ്ട് ഇടുന്ന ഒരു പാത്രം മാത്രമാണ്. ദൈവത്തിന് ഇതുമായിട്ട് ഒരു ബന്ധമില്ല. നമ്മുടെ ഈ പരിണാമ സിദ്ധാന്തം തന്നെ പറയുന്നുണ്ട്, നമ്മുടെ എത്രയോ ജന്മങ്ങൾ നമ്മൾ എടുക്കുന്നു, ഓരോ ജന്മത്തിനും അതനുസരിച്ച് നമ്മുടെ ബ്രെയിന് വന്നിട്ട് എന്ത് ചെയ്യുന്നു, എക്സ്പാൻഷൻ ആയിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത്.
കാരണം പോയ ജന്മത്തിൽ നീ എന്തായിരുന്നു എന്നുള്ളതും ഈ ജന്മത്തിലുള്ള എന്താണെന്നുള്ളതിൻ്റെയും എത്രയോ മാറ്റങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയറിൽ വന്നിട്ട് ഇതെല്ലാം വർക്കൗട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രെയിൻ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്, അതിനകത്ത് നമ്മളെല്ലാം വർക്കൗട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് നമ്മൾ ഇങ്ങനെ തന്നെ ഞാൻ ജീവിക്കണം എന്ന് വർക്ക് ചെയ്ത് കൊണ്ടുവരുന്നു. ഇത് ഇവിടെ വരുമ്പോഴാണ് ഇംബാലൻസ് ആകുന്നത്. ഈ ഇംബാലൻസ് എങ്ങനെ ഫാം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ആഗ്രഹം എന്ന് പറഞ്ഞ ഒരു വസ്തുവുണ്ട്. ഈ ആഗ്രഹമാണ് ഈ കുഴപ്പത്തിന് അത്രയും കാരണം. കാരണം മറ്റുള്ളവരെക്കാളും, കാരണം ഒരു വ്യക്തി നിന്നെക്കാളും കൂടുതൽ ധനത്തോടു കൂടി ജീവിക്കുകയാണെങ്കിൽ ഉടനെ ഒരു ഫീലിംഗ് ഉണ്ടാകും, എനിക്ക് അവൻ്റെ ധനം അതിനേക്കാളും ഒരുപടി മുന്നേറി നമുക്ക് ജീവിക്കണമെന്നൊരു ഫീലിംഗ് വരും. അപ്പോൾ ഇവിടെ സോഫ്റ്റ്വെയർ എല്ലാം തകിടം പറയും. കാരണം എന്ത്, നിങ്ങൾക്ക് അന്ത്യം വരയ്ക്ക് ഈ ഒരു സ്റ്റേജിലാണ് നിങ്ങൾ വരുന്നത്. ഈ വരുന്നതിന് നിങ്ങൾക്ക് ഒരിക്കലും ഇതൊന്നും മാറ്റാൻ സാധിക്കില്ല. ഇതിനെയാണ് നമ്മൾ സാധാരണ ലോക്കൽ ഭാഷയിൽ വിധി എന്ന് പറഞ്ഞിട്ടുള്ളൂ. ആക്ച്വലി ഇത് വിധിയൊന്നുമല്ല. കാരണം നിങ്ങൾ സെലക്ട് ചെയ്താണ് നിങ്ങളുടെ ഇവിടെ വന്നിട്ടുള്ളത്. അതിന് ഉദാഹരണം ബൈബിൾ തന്നെ എടുക്കാം. അപ്പോൾ യേശുദേവൻ വന്നിട്ട് എൻ്റെ ഈ ശരീരത്തിനെ അങ്ങ് സ്വീകരിക്കണമേ എന്ന് അത് എത്രയോ പ്രാവശ്യം പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാ ഈശ്വരൻ വന്ന് ആ ബാലാഖമാർ വന്ന് പറയുന്നത് എന്താണ്, ഇത് നേരത്തെ എഴുതപ്പെട്ടതാണെന്ന്. അതിൻ്റെ മീനിങ് എന്താണ്? അപ്പം നേരത്തെ എഴുതപ്പെട്ടതാണ്. അപ്പം നേരത്തെ എഴുതപ്പെട്ട ഒരു വസ്തുവാണെങ്കിൽ പിന്നെ നമ്മുടെ അതിനെ മാറ്റിമറിക്കാൻ പോകുന്ന ആരാണ്? അപ്പം നമ്മുടെ ഫീലിങ്സ് കൊണ്ടാണ് നമ്മൾ മാറ്റിമറിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നത്. കാരണം നിങ്ങളുടെ കുരിശിൽ ഏറപ്പെടും, അത് ഏറണമെന്ന് വിധിയുണ്ട്. വിധി എങ്ങനെ കൊണ്ടുവന്ന്, നിങ്ങൾ ജനിക്കുമ്പോഴേ നിങ്ങൾ തന്നെ അത് ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. അത് കൊണ്ടുവന്ന് നിങ്ങൾക്ക് എവിടെ മാറ്റാൻ സാധിക്കും? പിന്നെ നമുക്കൊരു തോന്നൽ, നമ്മൾ മാറ്റി മറിക്കാമെന്നൊരു തോന്നൽ. ഈ തോന്നലിൽ പോയി വീഴുമ്പോഴാണ് നമ്മുടെ ഇവിടെ ലൈഫിന് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്താണ് ചേഞ്ചിങ്ങും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ പ്രശ്നത്തിൻ്റെ നൂലാമാലയിൽ വരുന്ന സമയം നമ്മുടെ ശരീരത്തിനെ ഉപേക്ഷിക്കാൻ തോന്നുന്നു. അതാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഈ ശരീരം ഉപേക്ഷിച്ചതുകൊണ്ട് നിങ്ങൾക്കിത് മാറുമോ? കാരണം നിങ്ങളുടെ കൊണ്ടുവന്ന ഇതേ സോഫ്റ്റ്വെയർ തന്നെ വീണ്ടും നിങ്ങളുടെ വർക്കൗട്ട് ചെയ്യണം. അതിനൊന്നും മാറ്റം നിങ്ങൾക്ക് സംഭവിക്കില്ല. കാരണം വീണ്ടും ശരീരം എടുത്തു കഴിഞ്ഞാൽ ഇതേ സംഭവം നടക്കുകയാണത്. കാരണം ഇതിന് ഈ ബാലൻസിന് നിങ്ങൾക്ക് എങ്ങനെ മാറ്റാമെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഡെയിലി വേസിൽ നിന്ന് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റിൽ നിന്നാണ് നിങ്ങൾ മാറ്റേണ്ടത്. അതിനെയാണ് ഇവിടെ മനസ്സെന്നൊരു സാധനം കൊടുത്തിരിക്കുന്നത്. ഈ മനസ്സിൽ എന്താക്കാണ് ഇരിക്കുന്നത്? ഈ മൂന്ന് അഴുക്കുകളോട് കൂടിയാണ് ഈ വരുന്നത്. ഈഗോ ഉണ്ട്, മുമ്മലം എന്ന് പറയുക, ആണവം, കർമ്മം, മായ. കർമ്മം, അഹങ്കാരം, മായ. ആക്ച്വലി മായ എന്ന് പറയുന്നത് നമ്മുടെ വിഭ്രാന്തി എന്നാണ് അർത്ഥം, വേറെ ഒന്നും അതിനകത്തില്ല. കാരണം നമുക്കൊരു തോന്നൽ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാകും, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയാകുന്നു. എന്നാലും ഈ ഒരു സാധനത്തിൻ്റെ മൂന്ന് വശങ്ങളാണ്. ഈ ചിത്തം എന്ന് പറയുന്നതിൻ്റെ മൂന്ന് വശങ്ങളാണ്. ഇതെല്ലാം കൂടെ ചേർന്നാണ് ചിത്തം എന്ന് പറയുന്നത്. ഇതിനെ യോഗ എന്ത് പഠിപ്പിക്കുന്നത്? നീ നള്ളാകാനാണ് പഠിപ്പിക്കുന്നത്, സീറോയിൽ കൊണ്ടുപോകാം. അതുകൊണ്ട് മനസ്സൊരിക്കലും നശിക്കുന്നില്ല, മനസ്സങ്ങനെ തന്നെ ഇരിക്കുന്നത്. എന്നാൽ നള്ളാക്കുക എന്ന് പറഞ്ഞാൽ എന്ത്? അവിടെ നമുക്ക് വന്നിട്ട് എന്ന് പറഞ്ഞാൽ ഈ വേരിയേഷനെ കുറയ്ക്കാൻ സാധിക്കും. അപ്പം വേരിയേഷനെ കുറയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വന്നിട്ട് പ്രസൻറ്റ് ലിവിങ്ങിനെ എക്സ്പാൻഷൻ ചെയ്യാൻ സാധിക്കും. ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് ബോധവാനം ഇല്ലാതെയാകും. പാസ്റ്റ് ഓക്കെ, അത് നടന്നു കഴിഞ്ഞ് നിങ്ങളുടെ എന്ത് വിചാരിച്ചാലും ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കില്ല. പാസ്റ്റ് തന്നെ അത് പോയി. പ്രസൻറ്റ് ലിവിങ്ങിനെ നിങ്ങൾക്ക് എക്സ്പാൻഷൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ സാധിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങളുടെ ബോധവാനല്ലാതെ നിങ്ങളുടെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾ സന്തോഷമായിട്ട് നിങ്ങളുടെ എത്തേണ്ട അടുത്ത് എത്തി നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ സംഭവം. അതിന് വേണ്ടിയാണ് ഇതിനൊരു വാക്കിട്ടിട്ടുണ്ട്, ഫെയ്ത്ത് എന്നൊരു വാക്കിട്ടിട്ടുണ്ട്. ആക്ച്വലി ഫെയ്ത്ത് എന്ന് പറഞ്ഞ സാധനം ഈ പ്രസൻറ്റ് ലിവിങ് ആണ് ഫെയ്ത്ത്. കാരണം ഇന്ന് നീ നന്നായിരുന്ന നാളെ നീ നന്നായിരിക്കും. ഇന്ന് നിനക്ക് ദോഷം വെച്ച് എനിക്ക് നാളെ ഞാൻ നന്നാവാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ടാണ് യോഗമതം പഠിപ്പിക്കുന്നത്. എപ്പോഴും പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മതങ്ങൾ എങ്ങനെ പഠിപ്പിക്കുന്നത്, നിങ്ങളുടെ ആ വിശ്വാസത്തോടു കൂടി ഇന്ന് ജീവിക്കാൻ പഠിക്കും. അപ്പോൾ നമ്മുടെ ഇന്ന് ജീവിക്കാൻ നമ്മൾ ഒരിക്കലും സാധിക്കുന്നില്ല. സാധിക്കാതെ വരുമ്പോഴാണ് നമുക്ക് പിന്നെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതിന് കാരണം എന്ത്? ബുദ്ധൻ നേരത്തെ പറഞ്ഞു, ആഗ്രഹം, ആശ, ഈ ഒരു സാധനമാണ് ഈ ദോഷത്തിനെല്ലാം കാരണം. അതിനെ നമ്മൾ നിർവീര്യമാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ സോഫ്റ്റ്വെയർ ക്ലിയർ വർക്കൗട്ട് ചെയ്യും. അതിനെ നമ്മൾ എങ്ങനെ നിർവീര്യമാക്കും?